ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ അതെ ഞാൻ വന്നിട്ടുള്ളത് എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലാണ്, വരാപ്പുഴയിൽ. അവിടെ ഒരുപാട് ബേർഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അകത്തെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറി വരുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മുൻവശം. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റിന് 200 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവരൊരു പ്ലേറ്റിൽ കുറച്ച് തീറ്റയൊക്കെ നമുക്ക് തരും. അകത്തുള്ള കിളികൾ ആ പ്ലേറ്റിലേക്ക് വന്നിരുന്ന് നമ്മുടെ കൈകളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ആ തീറ്റ തരുന്നത്. നമ്മളിതാ അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ കുറേ ഒരു റിങ്ങിനകത്ത് കുറേ തത്തകളിരിപ്പുണ്ട്. അതിന് താഴെ തൊട്ടിപ്പുറത്തായിട്ട് കുറേ ആളുകൾ തീറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറേ തത്തകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതേപോലത്തെ ഒരു പ്ലേറ്റാണ് അവർ തരിക. അതിൽ കുറേ വിത്തുകളും സൺഫ്ലവർ സീഡ്സ് പോലെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് തന്നൊരു പ്ലേറ്റാണ്. അതിലേക്ക് ഇതേ ഒരു വിദ്വാൻ കയറി വന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ ഇനമാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ബേഡ്സിനെ കുറിച്ച് അത്ര വലിയ പിടിയില്ല. അപ്പോൾ അറിയുന്ന ആളുകൾ ഇത് ഓരോ ബേഡ്സ് ഏത് ഇനമാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ അകത്തോട് നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. പല ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ ഒരു മിക്സഡ് സൗണ്ടാണ് അകത്തുള്ളത്. ഇപ്പോൾ നമ്മളിത് ഈ 2 വിദ്വാൻമാരെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ 2 സൈഡിൽ കയറ് കെട്ടിയിടത്തൊക്കെ ഇഷ്ടംപോലെ കിളികൾ ഇരിപ്പുണ്ട്. ഇതേ മുകളിൽ കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് മടുത്ത് മുകളിലിരിക്കാൻ തോന്നും. ഇവിടെ ഒരു 3 പേര് ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പക്ഷെ പ്ലേറ്റിൽ ഒരുത്തനുണ്ട്. അയ്യോ, അടിയായല്ലോ. അവനെ കൊത്തി ഓടിച്ചു. അവർ 2 പേരും കൊത്തി ഓടിച്ചു. പക്ഷെ അവരിത് പ്ലേറ്റിലേക്ക് കയറി വന്നു കേട്ടോ. അവർ 2 പേരും പ്ലേറ്റിലേക്ക് കയറി വന്നു. നല്ല മഞ്ഞ കളറുള്ള സുന്ദരന്മാർ അല്ലേ, റെഡ് ഫേസായിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഇങ്ങനെ ഓരോ സെക്ഷനിലേക്ക് പോകുന്തോറും അവിടെയുള്ള കിളികളൊക്കെ പ്ലേറ്റിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ച കണ്ടു. നിറയെ കൂടുകളുണ്ട്. ആ ഒരു കൂടിനകത്ത് നോക്കി ഇതേ ഒരു കുഞ്ഞ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അത് ഏതോ ഒരു പ്രാവിനത്തിൽപ്പെട്ടൊരു കുഞ്ഞാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ സൈഡിലൊക്കെ കിളികൾ ഇരിപ്പുണ്ട്. നിറയെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഫുൾ കിളികൾ ഇരിപ്പുണ്ട്. പക്ഷേ ഇവർക്കൊന്നും കിട്ടിയില്ല. അപ്പോഴേക്ക് പ്ലേറ്റിലുള്ളതൊക്കെ ബാക്കി കിളികളൊക്കെ തിന്ന് തീർത്തായിരുന്നു. അതിനകത്ത് എന്തോ ചെറിയ എന്തൊക്കെയോ ബീഡ്സ് ഉണ്ട്. അതാണ് അവരെടുത്ത് കഴിക്കുന്നത്. പിന്നെ അതേ വേറെ കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് തത്തകളാണുള്ളത്. ഇവിടെ ഒരു ചുമന്ന സുന്ദരൻ ഇരിപ്പുണ്ട് കേട്ടോ. അല്ല, നമ്മൾ ക്യാമറ കൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ താണ് നോക്കുകയാണ് എന്താണ് സംഭവം. ഇത് ഏതാണ് ഇനം എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഈ ചുമന്ന ഈ സുന്ദരൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്താണ് പക്ഷികളുടെ ഭീമന്മാർ, മക്കോവകൾ കേട്ടോ. ഇതേ മുകളിൽ 2 പേര് ഇരിപ്പുണ്ട്. ഞാനിവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ കയ്യിലേക്കും ശരീരത്തിലേക്കും കയറി വരുന്നവന്മാരാണ് ആ മോള് കയറിയിരിക്കുന്നത്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ അവന്മാർ താഴേക്ക് ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ താഴെ ഒരു വിദ്വാൻ ഇരിപ്പുണ്ട്. ഇതേ കണ്ട, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരുത്തനുണ്ട്. പക്ഷേ അവൻ അത്ര ട്രെയിൻഡ് ആയിട്ടില്ല. നമ്മുടെ ശരീരത്തിലേക്ക് കയ്യിലേക്കൊന്നും കയറി വരില്ല. പക്ഷെ അവൻ്റെ അടുത്ത് പോയിട്ട് നമുക്കത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവനാരും ശല്യം ചെയ്യുകയൊന്നും ചെയ്യില്ല, പറന്നു പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കോ ഷോൾഡറിലേക്കോ ഒന്നും കയറി വരാനുള്ള ട്രെയിനിങ് ആയിട്ടില്ല. എന്ത് രസമാണ് കാണാം അല്ലേ? നമ്മൾ ഇത്ര അടുത്ത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മക്കോവനെ ഇത്ര അടുത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അവസാനത്തെ സെക്ഷൻ കിടക്കുന്നതുണ്ട്. സ്വർണ്ണ കളറിൽ പൈത്തൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ്. ഒരു അനക്കമില്ലാതെ കിടക്കുക കേട്ടോ. നോക്കി എന്താ രസമല്ലേ, നല്ല ഗോൾഡൻ കളറിൽ. ഇത് തൊട്ടപ്പുറത്ത് വേറൊരുത്തിന് തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽപ്പുണ്ട്. അവനെന്തോ തീറ്റ കൊടുക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ഫോൺ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അതിനടുത്തേക്ക് തല വെച്ച് കിടപ്പുണ്ട്. ഇവൻ പിന്നെ ഒന്നുകൂടെ ആക്റ്റീവാണ് കേട്ടോ. ആദ്യം കണ്ട ആൾ അനങ്ങാതെ കിടക്കുകയാണ്. ഇവൻ ഒന്നുകൂടെ ആക്റ്റീവാണ്. തലയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്. ഇതാ വേറെ വൈറ്റ് കളറിലുള്ള
ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ കുറേ അകത്തു നിന്നുള്ള പക്ഷികളുടെയൊക്കെ കുറേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. കാരണം നമ്മൾ അവരെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് വീഡിയോസ് എടുക്കാൻ സത്യത്തിൽ മറന്നുപോയി. എന്തായാലും നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്, പോയി എല്ലാവരും കാണണം.